അമേരിക്കയെ മഹത്തരമാക്കുന്നത് ഇവിടുത്തെ നിയമവാഴ്ചയും കോടതിയും പോലീസും ഒക്കെയാണെന്ന് ഉറപ്പായ കാര്യമാണ്. നമ്മളിൽ പലരും അമേരിക്കയിലേക്ക് വരാൻ ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു കാരണവും അതായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡോളറിനോടുള്ള താല്പര്യം, അത് മറക്കുന്നുമില്ല. അപ്പോൾ ഇത്ര മഹത്തരമാണെങ്കിലും ചില സംഭവങ്ങൾ അലോസരപ്പെടുത്തുന്നതായിട്ട് ഇടയ്ക്ക് സംഭവിക്കാറുമുണ്ട്. അതിലൊന്ന് കഴിഞ്ഞ വർഷം സംഭവിച്ചതാണ്. അതിൽ നമ്മൾ അതേപ്പറ്റി അന്ന് എഴുതുകയും പറയുകയും ചെയ്തതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഇന്നിപ്പോൾ ഒരു കേസ്, ആ ഫാമിലി ഒരു കേസ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അതൊന്ന് വീണ്ടും ഒന്ന് ഓർത്തുപോയി എന്ന് മാത്രം. സംഭവം ഇതാണ്: ന്യൂയോർക്ക് സിറ്റിയിൽ ക്വീൻസിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഫാമിലിയാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ, ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ഒക്കെ വരുന്നവർ നമ്മളെപ്പോലുള്ളവരാണ്, ഇവിടെ ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ്, വേറെ കുഴപ്പത്തിനൊന്നും വരുന്നവരല്ല. അപ്പം നമുക്ക് അവരോട് പ്രത്യേകമായ ഒരു താല്പര്യം ഉണ്ടാകുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, 19 വയസ്സുള്ള വിൻ റൊസാരിയോ എന്ന് പറഞ്ഞൊരു പയ്യൻ, ആ പയ്യൻ്റെ പടം ഈ മലയാളിയിലൊക്കെ ഉണ്ട്, കാണണം. സാധുവായൊരു പയ്യൻ. അവന് തലയ്ക്ക് പട്ടോ എന്തോ ആണ്. അവൻ പോലീസിനെ വിളിച്ചു, അവന് സഹായം വേണം. അവന് സഹായം തേടിയാണ് പോലീസിനെ വിളിക്കുന്നത്. 2 പോലീസുകാർ വന്നപാടെ 2 മിനിറ്റിനകം ഇവനെ വെടിവെച്ച് കൊന്നു. എന്താ ചെയ്യുക? 2 മിനിറ്റ് എടുത്തുള്ളൂ ഇവൻ വന്നതിന് ശേഷം. അപ്പോൾ പോലീസ് വന്ന് ഇവനെ ആശ്വസിപ്പിക്കാനോ ഇവൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ പരിഹരിക്കാനോ എന്തെങ്കിലും ഒരു ശ്രമം നടത്തേണ്ടതല്ലേ? അതൊന്നും നടത്തിയില്ല എന്നാണ് കോടതി ഈ വീട്ടുകാർ ആക്ഷേപിക്കുന്നത്. അവരിപ്പം ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അതുപോലെ തന്നെ സിറ്റിക്കെതിരെയും ഒക്കെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു, നഷ്ടപരിഹാരത്തിൻ്റെ കേസ്. കാരണം 1 വർഷം മുമ്പ് നടന്നതാണ്. ഇതുവരെ യാതൊരു നടപടികളും ആ പോലീസുകാർക്കെതിരെ ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, അവർ ഏതാണ്ട് $2 ലക്ഷം വീതം ശമ്പളമുള്ള ജോലിയിൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി മാന്യമായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പയ്യൻ പോലീസിനെ വിളിക്കുന്നു. 2 പോലീസ് ഉദ്യോഗസ്ഥർ, എന്താണ് അവരുടെ പേര്, സാൽവത്തോരെ അലോങ്കി, മാത്യു സിയാൻ ഫ്രാക്കോ, ഇങ്ങനെ 2 ഉദ്യോഗസ്ഥർ വരുന്നു. അവർ വന്നപാടെ ഓരോ ഉത്തരവുകൾ കൊടുക്കുകയാണ് ചെയ്തത്, ചൂടായിട്ടും എന്തോ ഭയങ്കരമായ സംഭവം മാതിരി. അപ്പോൾ ഒടുവിൽ ഈ പയ്യൻ്റെ കയ്യിൽ എന്തോ ഒരു ചെറിയ കത്രിക, വീട്ടിലെ കിച്ചണിലെ കത്രിക ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ നിൽക്കുന്ന വളരെ ദൂരെയാണെന്നാണ് ഇവർ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറയുന്നത്. ഈ പോലീസുകാരുടെ ഈ ക്യാമറയിലും ഇതെല്ലാം തെളിച്ചിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ പയ്യൻ്റെ അമ്മ കരഞ്ഞു പറയുന്നുണ്ട് അവനെ ഉപദ്രവിക്കരുതെന്ന്. എന്നിട്ടും പയ്യനെ ഇവർ ആദ്യം ടേസർ അവന് നേരെ പ്രയോഗിച്ചു. ആ ടേസർ പ്രയോഗിക്കുമ്പോൾ തന്നെ അവന് അത്രയും വോൾട്ട് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ തന്നെ നിശ്ചലനാകേണ്ടതാണ്. എന്തുകൊണ്ടോ അവൻ അതെടുത്ത് മാറ്റിയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോഴും അവൻ്റെ ഈ കത്രികയുണ്ട്. അപ്പോൾ അതിന് കൃത്യമായി നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും അമ്മ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കത്രികയും കൊണ്ട് നിൽക്കുന്ന ഇവൻ ആക്രമിക്കാൻ വന്നതെന്നാണ് പോലീസ് പറയുന്നത്. കൈയോടെ വെടിവെച്ചു കൊന്നു. എല്ലാം 2 മിനിറ്റിനകം ഇതെല്ലാം നടന്നു എന്നാണ് പറയുന്നത്. അപ്പം വളരെ സങ്കടകരമായൊരു കാര്യമാണ്. 19 വയസ്സുള്ള പയ്യൻ്റെ കയ്യിൽ ഒരു ചെറിയ ഇത്തിരി പോകുന്ന ഒരു കത്രിക ഉണ്ടായിരുന്നു. ഇവൻ ആരെയും ഉപദ്രവിക്കുമെന്നാണ് പറയുന്നത്. അമ്മയെ ഉപദ്രവിക്കും, അമ്മയാണ് ഇവനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് കരഞ്ഞു പറയുന്നു. എന്നിട്ടും പോലീസിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അത് പ്രശ്നം വഷളാക്കിയാണ് അവർ ചെയ്തതെന്നാണ് ഇപ്പം ലോ സൂട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും അവനെ പറഞ്ഞോ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടതിന് പകരം, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പോലീസിനെ വിളിക്കരുത്, പോലീസല്ല ചെല്ലേണ്ടത്, സോഷ്യൽ സർവീസുകാരോ അല്ലെങ്കിൽ ഈ സൈക്കാട്രിസ്റ്റുകളോ അങ്ങനെയുള്ളവരാണ് ചെല്ലേണ്ടതെന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ന്യൂയോർക്ക് സിറ്റിയിൽ നടക്കുന്നുണ്ട്. അത് എവിടം വരെ എത്തിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ മുമ്പും ഉണ്ടായത് ഓർക്കുന്നുണ്ട്. ഈ മിഡ് വെസ്റ്റിൽ അവർ ശാസ്ത്രജ്ഞയായിട്ട് ജോലി കിട്ടിയതേ ഉള്ളൂ. തലേന്ന് ജോലിക്ക് ചേർന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പം അവർക്കെന്തോ മാനസിക അസ്വാസ്ഥ്യം. അവർ വീടിന് ചുറ്റും അവരുടെ അമ്മയെ ഒരു കത്തിയും കൊണ്ട് ഓടിക്കുകയാണ്. അപ്പം വീട്ടുകാർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപാടെ ആ സ്ത്രീയെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീയെ ഈ പോലീസ് വരുന്ന പോലീസിന്, അല്ല 2 പോലീസുകാർക്ക് ഒരു ചെറിയ പയ്യനെ കൈകാര്യം ചെയ്യാൻ, വെടിവെച്ചല്ലാതെ അവനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ലേ? അവർ ടേസർ ചെയ്തിട്ടുകൂടി നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ സ്ത്രീയുടെ കാര്യത്തിൽ വന്നപാടെ വെടിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും രീതിയിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമം അവിടെ കാണുന്നില്ല. അതുപോലെ മറ്റൊരു സംഭവം ഓർക്കുന്നത്, അത് മലയാളിയാണ്. മാനസിക വളർച്ചയില്ലാത്തൊരു പയ്യൻ. പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നുകയുമില്ല. അയാൾ അയൽവക്കത്തെ വീടുകളിലെല്ലാം പോയി അവിടെ ആരും വീട് തുറന്നു കൊടുക്കേണ്ടതില്ല. അവൻ തന്നെ തുറന്ന് കയറി TV ഒക്കെ കണ്ടുവച്ച് കണ്ടിരിക്കും. കണ്ടിരുന്നിട്ടെങ്കിൽ പോരുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല.
അപ്പം അങ്ങനെ അയൽവക്കക്കാർക്കെല്ലാം അറിയാവുന്നതാണ്, ഒരു കുഴപ്പമില്ലാത്ത. പക്ഷേ ഏതോ ഒരു വീട്ടിൽ ചെന്നു, ആ വീട്ടുകാർക്ക് എത്ര പരിചയമില്ലായിരുന്നു ഇവനെ. അപ്പം അവിടെ ചെന്നിട്ട് ആ വീട് വീട് തുറന്നോ മറ്റോ ഇല്ല. അപ്പോൾ അവൻ തിരിച്ചു പോവുകയാണ്. അവർ പോലീസിനെ വിളിച്ചു. വന്നപാടെ പോലീസ് പിന്നെ ഇവനുമായിട്ട് മൽപ്പിടുത്തമാണ് നടത്തുന്നത് കാര്യമായിട്ട്. കാരണം ഇവൻ ആരാന്നോ എന്താണെന്നോ ചോദിക്കാതെ തന്നെ. അപ്പോൾ ഇവനാണ് പേടിയും. ആ കുതിരി ഓടുകയോ എങ്ങനെയൊക്കെ ചെയ്ത് ആ മൽപ്പിടുത്തത്തിൽ അവൻ മരിച്ചും പോകുന്നു. അത് 10-12 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലീസ് പിന്നെ അതിക്രമം കാണിക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ വളരെ ഖേദം തോന്നുന്നു. പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് ഈ മാനസിക രോഗമുള്ളവർ വിളിക്കുമ്പോൾ അവരെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, തോക്കെടുത്തല്ല കൈകാര്യം ചെയ്യേണ്ടത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ക്വീൻസിലെ ഈ സംഭവത്തിൽ ഈ വന്ന് 2 മിനിറ്റിനകം വെടിവെച്ച് കൊല്ലാൻ അവിടെ എന്ത് സംഭവിച്ചു? അത് കൈകാര്യം ചെയ്യാൻ, ആ രംഗം കൈകാര്യം ചെയ്യാനായിട്ട് ഇവർക്ക് പരിശീലനം ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പോലീസിങ്? എന്തായാലും ഇത് അവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല. അവർ സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എന്തായാലും ഈ കേസ് വന്നിരിക്കുന്നു. സിവിൽ കേസാണ്. നഷ്ടപരിഹാരം സിറ്റി വല്ലതും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമായിരിക്കും. അത്രയൊക്കെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അപ്പോൾ അത് നമ്മളെ അലോസരപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള ആളുകളാണ് ഇവർ എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മളാരും കുഴപ്പത്തിന് പോകുന്ന ആളുകളല്ല. കാരണം അതിനുള്ള കഴിവ് നമുക്കില്ല. അതിനുള്ള പിന്നെ എന്ന് മാത്രമല്ല, നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ ആ ഇന്ത്യക്കാരായി നിൽക്കുന്ന ആളുകളാണ്. പിന്നെ ആ മനസ്ഥിതി വിട്ടുപോകാത്ത ഒരു ആളുകളാണ് നമ്മൾ. കാരണം ഈ മുഖ്യധാരയിൽ നമുക്ക് ഇണങ്ങിപ്പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്, നമുക്ക് തന്നെ അറിയാം. നമ്മളെ ഒരു വിഭാഗക്കാരും നമ്മളെ അടുപ്പിക്കത്തില്ല. കറുത്തവരായാലും വെളുത്തവരായാലും ആ വിഭാഗക്കാരല്ല നമ്മൾ. അപ്പോൾ നമ്മൾ പിന്നെ വ്യത്യസ്തമായിട്ട് തന്നെ നിലകൊള്ളുകയും ചെയ്യും. അങ്ങനെ അല്ലാതെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നത് മാത്രം. അപ്പോൾ അതിൻ്റെ കൂടെ ആണ് ഇന്നലെ ഒരു സുപ്രീം കോടതി വിധി വന്നത്. അപ്പോൾ ആ സുപ്രീം കോടതി വിധി ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഈ ഇമ്മിഗ്രൻസ്, ഈ ഇല്ലീഗൽ ഇമ്മിഗ്രൻസ്, പ്രത്യേകിച്ച് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തവരെ, അവരിൽ കുറേ പേരെ പിന്നെ എൽ സാൽവദോറിലെ ജയിലിലേക്ക് കൊണ്ടുപോയി നമുക്കറിയാം. അത് കൂടുതൽ പേരും വെനസ്വേലക്കാരും മറ്റുമായിരുന്നു, മറ്റു രാജ്യക്കാർ. അപ്പം വെനസ്വേല അവരെ സ്വീകരിക്കില്ല. ഇവിടുന്നുള്ള വിമാനം അങ്ങോട്ട് എല്ലാം സമ്മതിക്കില്ല. അതുകൊണ്ട് അവരെ അങ്ങോട്ട് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് മൂന്നാമതൊരു രാജ്യത്തേക്ക്, എൽ സാൽവദോറിലേക്ക് വിടുന്നു, അവിടുത്തെ ജയിലിലേക്ക് വിടുന്നു എന്നാണ് പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ന്യായം. അപ്പം അതിനെതിരെ കോടതി വിധിയൊക്കെ ഉണ്ടായെങ്കിലും കാര്യമായിട്ടൊന്നും നടന്നില്ല. അതിനുശേഷം ആണ് കുറേ പേര് 8 പേര് സൗത്ത് സുഡാനിലേക്ക് വിട്ടു. അപ്പം അത് വിട്ട ആളുകൾ പിന്നെ തായ്ലൻഡിൽ നിന്നും മ്യാൻമറിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഒക്കെയുള്ള ആളുകളാണ്. അവരൊന്നും സൗത്ത് സുഡാൻ എവിടെയാണെന്ന് പോലും അവർക്ക് അറിയാവുന്ന സ്ഥലമല്ല. അപ്പോൾ അവർ അവിടം വരെ എത്തിയില്ല. അതിന് മുമ്പ് ജിബൂട്ടി എന്ന് പറഞ്ഞ ആ ചെറിയ രാജ്യത്ത് അവിടെ എത്തി. അവിടെ ഒരു പിന്നെ അമേരിക്കൻ സൈനിക താവളം ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ അവർ കഴിയുന്നത്. അപ്പം ഈ ജഡ്ജ്, പിന്നെ വാഷിംഗ്ടണിലെ ഡിസ്ട്രിക്ട് ജഡ്ജ് മർഫി, അദ്ദേഹം ബൈഡൻ അപ്പോയിൻ്റിയാണ് എന്നതും ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം ഉത്തരവിട്ട് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഡ്യൂ പ്രോസസ്സ്, അതായത് നിയമാനുസൃതം ഇവരെ വക്കീലിൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടൊക്കെ ശേഷം മാത്രമേ ഇവരെ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിന് വാദിക്കാനും അത് ആ ഡ്യൂ പ്രോസസ്സിന് ശേഷം അന്തിമ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് ഉത്തരവിട്ടു. അപ്പോൾ അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ പിന്നെ ട്രംപ് ഭരണകൂടം പോയി. അപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടു, ഈ മൂന്നാം രാജ്യങ്ങളിലേക്ക് ആളുകളെ വിടുന്നതിന് തെറ്റില്ല, അത് ഓക്കെ ആണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ എന്തുകൊണ്ടാണ് ആ തീരുമാനം എടുത്തതെന്നുള്ളതിനെപ്പറ്റി യാതൊരു കാരണങ്ങളും പറയുന്നില്ല. കാരണങ്ങളൊന്നും പറയാതെയാണ് ഒരു തീരുമാനം വന്നത്. അത് ഈ ജഡ്ജിമാർ 6 ജഡ്ജിമാർ അതിനെ അനുകൂലിച്ചു, കൺസർവേറ്റീവ് ജഡ്ജിമാർ. 3 ജഡ്ജിമാർ അതിനെ എതിർത്തു, ഈ ലിബറൽ ജഡ്ജിമാർ. അപ്പോൾ ഇന്ന് ഈ ജഡ്ജി മർഫി വീണ്ടും ഉത്തരവിട്ടു, ഇവരെ തിരിച്ചു കൊണ്ടുവരണം, അല്ല ഇവരെ അങ്ങനെ ഡ്യൂ പ്രോസസ് ഇല്ലാതെ അവരെ അങ്ങോട്ട് അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഉത്തരവിട്ടു. കാരണം ആ ഉത്തരവ് നിലനിൽക്കുന്നതാണ്. അതിന് സുപ്രീം കോടതിയുടെ ഉത്തരവ് അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ജഡ്ജിയുടെ നിലപാട്. അപ്പോൾ അതിനെതിരെ വൈറ്റ് ഹൗസിലെ നമുക്കറിയാം, ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും തീവ്രമായിട്ട് നിൽക്കുന്ന സ്റ്റീഫൻ മില്ലർ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ജഡ്ജി അതിന് ഉത്തരം പറയേണ്ടി വരും, ഈ സുപ്രീം കോടതിയെ ധിക്കരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സുപ്രീം കോടതി പറഞ്ഞതിന് എതിരായിട്ട് അനുസരണക്കേട് കാണിച്ചു എന്നാണ് സ്റ്റീഫൻ മില്ലർ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ഈ സുപ്രീം കോടതി ഒരു റീസണിംഗ് ഒന്നും പറയാത്ത സാഹചര്യത്തിൽ ജഡ്ജി എടുത്തിരിക്കുന്ന ഈ നിലപാടിൽ തെറ്റില്ല എന്നാണ് മറ്റു വിദഗ്ധർ പറയുന്നത്. എങ്ങനെയായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പം കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ കൂടി അവരുടെ രാജ്യത്തേക്കല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക്
അയക്കുക എന്ന് പറയുന്നതിന് ഒരു അസാംഗത്യവും ഒരു മാനുഷിക വിരുദ്ധത നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയല്ലാത്ത പിന്നെ ആളുകൾ തോന്നുമായിരിക്കും, മറ്റുള്ളവർ വിഷമത്തിൽപ്പെടുന്നതും ദുഃഖിക്കുന്നതും ഒക്കെ കണ്ട് രസിക്കുന്ന ആളുകൾ കാണുമായിരിക്കും. പക്ഷെ നമുക്കങ്ങനെ തോന്നുന്നില്ല. അത് അവർ വന്ന രാജ്യത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് നോക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവരിൽ പലരും മൂന്നാം രാജ്യത്തേക്ക് വിടുമെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങും, ഏതെങ്കിലും രീതിയിൽ മടങ്ങുന്നവരാണ്. അപ്പോൾ അതിനുള്ളൊരു വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഭരണകൂടം ചെയ്യേണ്ടതെന്നാണ് തോന്നുന്നത്.